നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി നടത്തുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുക ഏപ്രിൽ 26-ന്. ഫലപ്രഖ്യാപനം മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം ജൂൺ 4-ന്. വർഗീയ ശക്തികൾക്കെതിരായുള്ള ജനാധിപത്യ ചേരിയുടെ ചെറുത്തുനിൽപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ദേശീയ രാഷ്ട്രീയമാണ് മുഖ്യ ചർച്ചയ്ക്ക് വിധേയമാക്കുകയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികളും ജനങ്ങളെ തുറന്നു കാണിക്കും. പൗരത്വ ഭേദഗതി വിഷയത്തിൽ മുഖ്യമന്ത്രി നട്ടാൽ കുരുക്കാത്ത നുണയാണ് പറയുന്നതെന്നും വി ഡി സതീശൻ. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ പ്രതിയെ മുട്ടം സബ് ജയിലിലേക്ക് മാറ്റി. പ്രതി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 2 തോക്കുകളും സിം കാർഡുകളും കോടതിയിൽ ഹാജരാക്കി. ലോക ശ്രദ്ധ നേടി പാരച്ചൂട്ടിൽ പറന്നുയർന്ന വാഗമൺ. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ. വിശദമായ വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏപ്രിൽ 26-നാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുക. ഫലപ്രഖ്യാപനം മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം ജൂൺ 4-ന് നടക്കും. ആകെ 7 ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ 2ാം ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ്. ഫലത്തിൽ വോട്ടെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനത്തിനായി കേരളം കാത്തിരിക്കേണ്ടത് 39 ദിവസമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പിലേക്കും 40 ദിവസത്തെ കാത്തിരിപ്പുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തെരഞ്ഞെടുപ്പ് സമയക്രമം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ചുമതലയേറ്റ ഗ്യാനേഷ് കുമാർ, ഡോക്ടർ എസ് സന്ധു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മാർച്ച് 28-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. കേരളം ഉൾപ്പെടെ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം ഏപ്രിൽ 4-ആണ്. ഏപ്രിൽ 5-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ 8 ആയിരിക്കും. 2019 മാർച്ച് 10-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്. ഏപ്രിൽ 11 മുതൽ മെയ് 19 വരെ 7 ഘട്ടങ്ങളിലായിട്ടായിരുന്നു വോട്ടെടുപ്പ്. മെയ് 23-ന് ഫലം പ്രഖ്യാപിച്ചു. 3ാം ഘട്ടമായ ഏപ്രിൽ 23-നായിരുന്നു കേരളത്തിലെ വോട്ടെടുപ്പ്. നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16-ന് അവസാനിക്കും. അതിനു മുൻപ് പുതിയ സർക്കാർ ചുമതലയേൽക്കണം. വർഗീയ ശക്തികൾക്കെതിരായുള്ള ജനാധിപത്യ ചേരിയുടെ ചെറുത്തുനിൽപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ദേശീയ രാഷ്ട്രീയമാണ് മുഖ്യ ചർച്ചയ്ക്ക് വിധേയമാക്കുക. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികളും ജനങ്ങളെ തുറന്നു കാണിക്കും. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ് കേരളത്തിലുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പൗരത്വ ഭേദഗതി വിഷയത്തിൽ മുഖ്യമന്ത്രി നട്ടാൽ കുരുക്കാത്ത നുണയാണ് പറയുന്നതെന്നും വി ഡി സതീശൻ ഇടുക്കിയിൽ ആരോപിച്ചു. അതുകൂടി വിലയിരുത്തപ്പെടും. ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളാണ് ഞങ്ങൾ മുഖ്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികൾ മുഴുവൻ അത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ജയിക്കണം, തീർച്ചയായിട്ടും ജയിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്താനുള്ള അവസരം കൂടിയാണ്. ഈ ഗവൺമെന്റിന്റെ ഫാസിസത്തിന്റെ വേറെ പതിപ്പാണ് സംസ്ഥാന ഗവൺമെന്റ്. അഴിമതി മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ്. അപ്പൊ അവര് ജനങ്ങളെ മറന്നുപോയ സർക്കാരാണ്. കേരളത്തെ മുടിപ്പിച്ച സർക്കാരാണ്. തകർത്ത് തെരിപ്പണമാക്കി വെച്ചിരിക്കുന്ന സർക്കാരാണ്. അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും. കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലുണ്ട്, രാഹുൽ ഗാന്ധി പൗരത്വ നിയമത്തിൽ പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്തതിന്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ഹാജരാക്കാം. എനിക്ക് തോന്നുന്നു ഡീൻ കുര്യാക്കോസ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. നമ്മുടെ എംപിമാർ മുഴുവൻ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള ബില്ലിനെതിരായിട്ട് പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്താണ്. എന്നിട്ട് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് ഈ മുഖ്യമന്ത്രിക്ക് അല്ലാതെ വേറെ ആർക്കും പറയാം. വാ തുറന്നാൽ ഗുണമാത്രം പറയുന്ന ഒരാളായി മുഖ്യമന്ത്രി അതപ്പതിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ NDA സഖ്യത്തിൽ മത്സരിക്കുന്ന BDJSന്റെ സ്ഥാനാർത്ഥികളായി. ഇടുക്കിയിൽ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഗീത വിശ്വനാഥൻ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയിരുന്നു. തൃശൂർ സ്വദേശിയായ സംഗീത വിശ്വനാഥൻ SNDP യോഗം വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറിയും BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. NDA മുന്നണിയിൽ 4 സീറ്റുകളിലാണ് BDJS മത്സരിക്കുന്നത്.
രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ കഴുത്തുഞ്ഞിരിക്കുന്ന നിയമഭേദഗതിയാണ് പൗരത്വ നിയമഭേദഗതിയെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കട്ടപ്പന നോർത്ത് മേഖലാ കൺവെൻഷൻ വെള്ളയാങ്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതര ഭാരതത്തെ വിഭജിക്കുന്ന നിയമമാണിത്. അതുകൊണ്ടാണ് കേരളം ഇത് നടപ്പാക്കാൻ പറ്റില്ലെന്ന് പറയുന്നതെന്നും KK ശിവരാമൻ പറഞ്ഞു. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം ഈ രാജ്യത്തിന് മതനിരപേക്ഷതയുടെ കഴുത്ത് ജനിക്കുന്ന നിയമഭേദഗതിയാണ് പൗരത്വ നിയമഭേദഗതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നടപ്പാക്കാൻ പറ്റത്തില്ല, നടപ്പാക്കാനാവില്ല എന്ന് കേരളം ഉറച്ചു നിലപാട് സ്വീകരിക്കുന്നത്. ഈ നിയമം ലോകസഭയിൽ അവതരിപ്പിച്ചപ്പോ കേരളം പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി പ്രമേയം പാസാക്കി. ഇത്തരം ഒരു നിയമം പാസാക്കാൻ പാടില്ല, ഇത്തരം നിയമം കൊണ്ടുവരാൻ പാടില്ല. അത് മതേതര ഭാരതത്തെ വിഭജിക്കുന്ന നിയമമാണ്. മതേതര ഭാരതത്തെ വിഭജിക്കുന്ന നിയമമാണ്. പക്ഷെ നിയമം ലോകസഭ പാസാക്കി, ഇപ്പൊ നടപ്പാക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായി NPR ഉണ്ടാക്കുന്നു. NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. എല്ലാ 10 വർഷം കൂടുമ്പോഴും ഇവിടെ ജാതി സെൻസസ് നടക്കുന്നുണ്ട്. സെൻസസ് അതിനകത്തില്ലാത്ത എന്ത് വിവരമാണ് NPR ഉൾപ്പെടുത്തുക? NPR മാത്രമല്ല, NCR കൂടി ഉണ്ടാകുന്നു. നാഷണൽ സിറ്റിസൺസ് രജിസ്റ്റർ. ഇവിടെ BJP-ക്കാരെ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിച്ച് കേൾക്കാറില്ലേ? ഇവിടെ മുസ്ലിങ്ങൾ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ജീവിച്ചു കൊള്ളണം. അതല്ലെങ്കിൽ പൗരാവകാശങ്ങളില്ലാത്തവരായി, വോട്ടവകാശമില്ലാത്തവരായി ഈ രാജ്യത്തിലെ ജനനീതികളിൽ നിങ്ങളെ കേട്ടുവരും. എത്രയോ തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് BJP നേതാക്കന്മാർ. അങ്ങോട്ടേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഈ നിയമഭേദഗതി. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി കൂത്തോടി അധ്യക്ഷനായിരുന്നു. KP സുമോദ്, VR സുജി, VR ശശി, മനോജ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം രാജൻകുട്ടി മുതുകുളം പ്രസിഡന്റായും KP സുമോദ് സെക്രട്ടറിയായും ഷാജി കൂത്തോടി ട്രഷററായും 101 അംഗ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളായി PV സുരേഷ്, ഫൈസൽ ജാഫർ, സനീഷ് മോഹനൻ, ദേവസ്യ പീറ്റർ, ബെന്നി കല്ലുപുരയിടം, സജീവ് വർഗീസ്, ഷാജി പാലത്തിനാൽ, ബെന്നി കുര്യൻ, ധന്യ അനിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. കൺവെൻഷനിൽ നിരവധി പേർ പങ്കെടുത്തു. ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ പ്രതിയെ മുട്ടം സബ് ജയിലിലേക്ക് മാറ്റി. പ്രതി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 2 തോക്കുകളും സിം കാർഡുകളും കോടതിയിൽ ഹാജരാക്കി. നാടിനെ ഞെട്ടിച്ച കട്ടപ്പന ഇരട്ട കൊലപാതക കേസിന്റെ അന്വേഷണം 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതിയായ വിഷ്ണുവിനെ തിങ്കളാഴ്ച കട്ടപ്പന കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനുശേഷം നിതീഷിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിജയന്റെ ഭാര്യ സുമിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. മൊഴികളിലുള്ള വൈരുദ്ധ്യത്തിൽ വ്യക്തത വരുത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 9-നാണ് മുഖ്യപ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി കുറ്റകൃത്യങ്ങൾ നടത്തിയ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കുഴിച്ചുമൂടിയ വയോധികന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസിലാകും 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക. കൊലപാതകം നടക്കുന്ന സമയത്ത് നിതീഷിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ PA വിൽസൺ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത എയർ പിസ്റ്റലുകൾ, 25 സിം കാർഡുകൾ, 20ഓളം ATM കാർഡുകൾ എന്നിവയും പോലീസ് കോടതിയിൽ ഹാജരാക്കി. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം മുട്ടം സബ് ജയിലിലേക്കാണ് നിതീഷിനെ മാറ്റിയത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മനു K. ജോൺ സ്ഥാനമേറ്റു. കട്ടപ്പന AEO PJ സേവ്യർ വരണാധികാരിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ LDF ധാരണപ്രകാരം വൈസ് പ്രസിഡന്റ് പദവി 38 മാസം കേരള കോൺഗ്രസ് എമ്മിനും 22 മാസം CPIക്കുമാണ്. കേരള കോൺഗ്രസ് പ്രതിനിധി ജോമോൻ വെട്ടിക്കാലയിൽ രാജിവെച്ച സ്ഥാനത്തേക്കാണ് CPI പ്രതിനിധി മനു K. ജോൺ സ്ഥാനമേറ്റത്. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കട്ടപ്പന AEO PJ സേവ്യർ വരണാധികാരിയായിരുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ 16/3/24 തീയതിയിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വാർഡ് 11 ആലടി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കക്ഷിയിൽ ഉൾപ്പെട്ടതുമായ സ്വതന്ത്രൻ ശ്രീ മനു K. ജോൺ കോഴിമണ്ണിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം ഇതിനാൽ പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സുമോദ് ജോസഫ് വൈസ് പ്രസിഡന്റായി മനു K. ജോണിന്റെ പേര് നിർദ്ദേശിച്ചു.
ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാലായിൽ പിന്താങ്ങി. തുടർന്ന് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധി വിശ്വസ്തയോടെ എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നിരവധി LDF അംഗങ്ങൾ മനു കെ ജോണിന് അഭിവാദ്യം അർപ്പിച്ച ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലെത്തിയിരുന്നു. യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പി രമേഷ് കുമാർ, HC സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ്, മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, LDF നേതാക്കൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും UDF അംഗങ്ങൾ വിട്ടുനിന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിനെ അനധികൃതമായി ജോലി ചെയ്യാൻ അനുവദിച്ച അധികൃതർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട BJP പ്രവർത്തകർ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. BJP ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി ജോലി ചെയ്യുകയും വിവിധങ്ങളായ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ടെക്നിക്കൽ അസിസ്റ്റന്റിനെ അനധികൃതമായി ജോലി ചെയ്യാൻ അനുവദിച്ച അധികൃതർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. കരാർ കാലാവധി കഴിഞ്ഞ ശേഷം 4 മാസം ഇയാൾ ശമ്പളം വാങ്ങി. ഈ കാലയളവിൽ പഞ്ചായത്തിന് ലഭിക്കേണ്ട ഫണ്ടും അവാർഡും നഷ്ടമാക്കി. ഇക്കാര്യത്തിൽ സെക്രട്ടറിയും ഭരണസമിതിയും ഉത്തരവാദികളാണ്. അനധികൃതമായി നൽകിയ ശമ്പളം തിരിച്ചുപിടിക്കണമെന്നും ഓഫീസിലിരുന്ന് മദ്യപിച്ച സംഭവത്തിൽ ഇടത് സംഘടനാ നേതാക്കളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു. BJP ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ടെക്നിക്കൽ അസിസ്റ്റന്റ് ടെമ്പററി തൊഴിലാളിയാണെങ്കിൽ ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികൾ അടങ്ങുന്ന പദ്ധതികളൊന്നും ആ ഒരു കോൺട്രാക്ടർ ഇല്ലെങ്കിൽ ടെമ്പററി തൊഴിലാളി ഏൽപ്പിക്കാൻ പാടില്ല. പക്ഷേ എന്തിൻ്റെ വിശ്വാസത്തിലാണ് പഞ്ചായത്ത് അധികാരികൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാകുന്നില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നു അദ്ദേഹം മാത്രമല്ല അതിൻ്റെ ഉത്തരവാദി. ഈ പഞ്ചായത്തിൻ്റെ ഭരണക്കാർ മുഴുവനും ഒന്നടങ്കം ഉത്തരവാദികളാണ്. അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ 4.5 കോടി രൂപ നഷ്ടം വരുത്തിയ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പിരിച്ചുവിടണമെന്നാണ് BJPയുടെ ആവശ്യം. നേതാക്കളായ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, KK രാജപ്പൻ, KM കുര്യാക്കോസ്, NT വിജയൻ എന്നിവർ സംസാരിച്ചു. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് നടപടി ഉണ്ടാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആധാരമെഴുത്തുകാർ ധർണ നടത്തി. കടവന സബ് രജിസ്ട്രാർ ഓഫീസ് പടിക്കലാണ് ധർണ സംഘടിപ്പിച്ചത്. ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം KC തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു. രേഖകളുടെ അനന്യതയും സുരക്ഷിതത്വവും തകർക്കുന്ന ആധാരമെഴുത്ത് തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ടെംപ്ലേറ്റ് സംവിധാനത്തിനെതിരെയാണ് ആധാരമെഴുത്തുകാർ സമരം സംഘടിപ്പിച്ചത്. കട്ടപ്പന സബ് രജിസ്ട്രാർ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം KC തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ ടെംപ്ലേറ്റ് സംവിധാനം അത് ആർക്ക് വേണമെങ്കിലും പൂരിപ്പിക്കാം. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായതുകൊണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആർക്കും ആ ഭാഗത്തിൽ പൂരിപ്പിക്കുവാൻ സാധിക്കും. അത് പൂരിപ്പിച്ച് അത് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ട് കൊടുക്കുക. രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥന്മാരല്ല, അതിൽ പ്രത്യേക ഫ്രണ്ട് ഓഫീസുണ്ട്. അദാനി മുതലായ ഗ്രൂപ്പുകളുടെ ഏജന്റന്മാർ ഇത് മൊത്തം സംസ്ഥാനത്ത് കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. അവരുടെ ഉദ്യോഗസ്ഥരെ ആരെങ്കിലും നിർത്തുന്നു, നാം പൂരിപ്പിക്കുന്ന ഈ ഭാഗം അവിടെ കൊണ്ട് കൊടുക്കുന്നു, അവർ അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും നിശ്ചയിക്കുന്നു, അങ്ങേപ്പുറത്ത് സെക്കൻഡ് കൗണ്ടറിൽ കൊണ്ട് ഇത് കൊടുക്കുന്നു. നമുക്ക് ഇത് പാസ്സായി കഴിയുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഒരു ഭാഗം കിട്ടും. അതാണ് നമ്മുടെ റെക്കോർഡ്. യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി കല്ലുപുരയിടം അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് KV വേണുഗോപാലൻ നായർ, ജയ്മോൻ വർഗീസ്, KA അജിത്, AV ജയദേവൻ, RS അനീഷ്, ബെന്നി വാഴച്ചാലിൽ, A രാധാമണി, PS സോജൻ, ജോയി പതിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിൽ ആധാരമെഴുത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ പങ്കെടുത്തു. കേരള കർഷക ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. CMB ജില്ലാ സെക്രട്ടറി KA കുര്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ വിലത്തകർച്ച പരിഹരിക്കുക, വിള ഇൻഷുറൻസ് പരിഷ്കരിക്കുക, വന്യജീവി ആക്രമണം തടയാൻ പഞ്ചായത്ത് തല കർമ്മസേന രൂപീകരിക്കുക, 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക, സർക്കാർ പ്രഖ്യാപിച്ച സ്പെഷ്യൽ RRT ടീമിനെ ഉടൻ നിയമിക്കുക, വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാര തുക 1 കോടി രൂപയും പരിക്കേറ്റവർക്ക് 50 ലക്ഷവുമായി വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. CMP ഇടുക്കി ജില്ലാ സെക്രട്ടറി KA കുര്യൻ സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഏത് സമയത്താണ് എപ്പോഴാണ് ആന ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം
ഈ രാജ്യത്തെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ, ഈ നാട്ടിലെ കർഷക തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് എങ്ങനെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും സാധാരണപ്പെട്ട തൊഴിലാളികളെയും എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഒരു കർമ്മ പദ്ധതിയും ആവിഷ്കരിക്കാത്ത ഒരു ഗവൺമെന്റ് കേരള സംസ്ഥാനം ഭരിക്കുമ്പോൾ, ആ ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ആളുകൾക്ക്, കൃഷിക്കാർക്ക്, കർഷക തൊഴിലാളികൾക്ക് നീതി ലഭിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ കേരള കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. കേരള കർഷക ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി അനീഷ് ചേലക്കര മുഖ്യ പ്രഭാഷണം നടത്തി. KKF ജില്ലാ പ്രസിഡന്റ് ബിജു നെടുവാരത്ത്, കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയി വർഗീസ്, കൊന്നത്തടി DCC മെമ്പർ ജോസ് മുളഞ്ചിറ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VK മോഹനൻ നായർ, CMB ജില്ലാ ജോയിന്റ് സെക്രട്ടറി L രാജൻ, സോയിമോൻ സണ്ണി, സാജു കാരക്കുന്നേൽ, തോമസ് അരയത്തിനാൽ, അഗസ്റ്റിൻ മാത്യു, ബിജു വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനൊപ്പം വന്യമൃഗങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റി. സംസ്ഥാനത്തെ വനാതിർത്തികളിൽ ട്രെഞ്ചും സോളാർ വേലികളും സ്ഥാപിക്കണമെന്നും ഭാരവാഹികൾ രാജാക്കാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളം, തമിഴ്നാട്, കർണാടക വന അതിർത്തികളിൽ ഡിജിറ്റൽ സർവേ നടത്തി സംസ്ഥാനങ്ങളുടെ വനാതിർത്തി കണ്ടെത്തണം. ജനങ്ങളും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അറുതി വരുത്തണമെന്നും ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വനാതിർത്തി മുഴുവൻ ട്രെഞ്ചും സോളാർ വേലികളും സ്ഥാപിച്ച ജനവാസ മേഖലയും റിസർവ് വനവും വേർതിരിക്കണമെന്നും ഒന്നായി കിടക്കുന്ന കേരള, തമിഴ്നാട്, കർണാടക വനം ഡിജിറ്റൽ സർവേ നടത്തി അതിർത്തി കണ്ടെത്തണമെന്നും ജനങ്ങളും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അറുതി വരുത്തണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുക. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട്, കേന്ദ്ര സർക്കാരിനോടും കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വനവിസ്തൃതിയെപ്പറ്റി വ്യക്തമായ രേഖകൾ ഉണ്ടാകണമെന്നും പെരിയാർ കടുവ സംരക്ഷണ മേഖലയിൽ സർവേ നടത്തിയതിന്റെ ഒരു രേഖയും വനംവകുപ്പിന്റെ കയ്യിലില്ലെന്നും ഇവർ ആരോപിച്ചു. ആവശ്യത്തിലധികം വന്യമൃഗങ്ങൾ ഉണ്ടാകുമ്പോൾ മൃഗവേട്ട നടത്തി അതിന്റെ എണ്ണം കുറയ്ക്കണമെന്നും ആന, കടുവ, പുലി പോലുള്ള വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്നും കാട്ടുപന്നി പോലെ പെറ്റുപെരുകുന്ന മൃഗങ്ങളെ കൃഷിയിടത്തിലിറങ്ങിയാൽ കുന്നുകളയാനുള്ള നിയമം അടിയന്തരമായി ഉണ്ടാക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു. കൊല്ലാതെ ചെറിയ പരിക്കേൽപ്പിച്ച വന്യമൃഗങ്ങളെ ഓടിക്കാൻ ജനങ്ങൾക്ക് അനുവാദം നൽകുന്ന നിയമനിർമ്മാണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പിൻബലത്തോടെ ചിലർ വനഭൂമി കയ്യേറി റിസോർട്ടുകളും മറ്റും സ്ഥാപിച്ചതിനാലാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതെന്നും വന്യമൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണ വസ്തുക്കളും വനത്തിൽ തന്നെ ലഭിക്കാനുള്ള സംവിധാനമൊരുക്കണമെന്നും ഭാരവാഹികളായ PK സോമൻ, AV രാജൻ, PR നകുലൻ, ഷിബു മാധവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ ലോട്ടറി കട സാമൂഹ്യവിരുദ്ധർ പെരിയാറ്റിൽ തള്ളിയതായി പരാതി. മുരിപ്പേൽ പ്രസാദിന്റെ ലോട്ടറി വിൽപ്പനശാലയാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ പെരിയാറ്റിൽ തള്ളിയത്. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന താൽക്കാലിക ലോട്ടറി സ്ഥാപനമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച് പെരിയാറ്റിൽ തള്ളിയത്. മുരിപ്പേൽ പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ലോട്ടറി കട. ചപ്പാത്ത് പാലത്തിന് സമീപം ലോട്ടറി വിൽക്കാൻ വെക്കുന്ന സ്റ്റാൻഡോട് കൂടിയ ടേബിളും ഫ്ലെക്സും കുടയുമാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. സംഭവിച്ച് അവിടെ അപ്പുറത്ത് നമ്മൾ നേരത്തെ കടയുണ്ടായിരുന്നു, അത് ആദ്യമേ PWക്കാർ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ എങ്ങാണ്ട് അവിടെ ഒരു ഡെസ്കൊക്കെ വെച്ച് ലോട്ടറി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയൊരു കുടയുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് ആറ്റിക്കളഞ്ഞേച്ച് ഒത്തിരി കളഞ്ഞു, കുടയെല്ലാം എടുത്ത് വിളിച്ചു. 2018 പ്രളയം പ്രസാദിന്റെ വീടിനുൾപ്പെടെ വലിയ നാശം വരുത്തിയിരുന്നു. ഇന്നും നഷ്ടപരിഹാരമടക്കം ലഭ്യമാകാതെ നിർധനാവസ്ഥയിലാണ് ഈ കുടുംബം. ഒപ്പം വയറിലുണ്ടായ രോഗത്തെ തുടർന്ന് ചികിത്സയിലുമാണ് ഇദ്ദേഹം. ഈ സാഹചര്യത്തിൽ ആകെയുണ്ടായിരുന്ന ആശ്രയമാണ് ലോട്ടറി കച്ചവടം. ലോട്ടറി രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെയായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്ത് ഞങ്ങളുടെ ഉപജീവനമാർഗം നടത്തുക. ലോൺ എടുത്താണ് ഞാൻ വണ്ടി എടുത്ത് കച്ചവടം ചെയ്തത്. അതുപോലെ തന്നെ ലോട്ടറി എടുത്തതും ലോൺ എടുത്താണ് തുടക്കം ഇട്ടത്. ഇപ്പോൾ അത് അടയ്ക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഇന്നലെ രാത്രി ആരണ്ടോ വിരുദ്ധർ കള്ളടിച്ചാണോ ആരാണോ നടത്തില്ല, നമ്മളോട് കട അവിടെ കിടക്കുന്നതിനുള്ള എതിര് കൊടുത്താണോന്ന് അറിയത്തില്ല. ആ കട, നമ്മുടെ ലോട്ടറി കട പൊളിച്ച് ആറ്റിലെടുത്ത് എറിയുകയും എല്ലാം കൂടെ ചെയ്തു. ഞാൻ രാവിലെ പോയി നോക്കുമ്പോൾ എൻ്റെ കുട ഒടിച്ച് താഴെ നുറുക്കിയിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് എനിക്ക് ലോട്ടറി വിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. നമ്മൾ ആശുപത്രിയിൽ ചികിത്സയായിട്ടിരിക്കുകയാണ്. കിരണ്യയ്ക്ക് വേണ്ടി ഞാൻ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ കട്ടിപ്പണി ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കുടുംബം ഞാനും കൂടാണ് ഈ വണ്ടിയുടെ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും പാലത്തിന് സമീപമുണ്ടായിരുന്ന ലോട്ടറി കച്ചവട കേന്ദ്രത്തിൽ ലോട്ടറി വിൽക്കുകയും ഉച്ചസമയങ്ങളിൽ കാൽനടയായി ലോട്ടറി വിറ്റുമാണ് പ്രസാദ് കുടുംബം പുലർത്തിയിരുന്നത്.
ആകെയുണ്ടായിരുന്ന താൽക്കാലിക കച്ചവട കേന്ദ്രം നഷ്ടമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ കുടുംബം. ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പ്രസാദ്. വണ്ടിപ്പെരിയാർ ചോറ്റുപാറയ്ക്ക് സമീപം അയ്യപ്പ ഭക്തരുടെ വാഹനം മറ്റൊരു വാഹനത്തിലിടിച്ച് അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ ചോറ്റുപാറയ്ക്ക് സമീപം ഉച്ചയോടുകൂടിയാണ് അപകടമുണ്ടായത്. തമിഴ്നാട് മധുരയിൽ നിന്നും ശബരിമലയിലേക്ക് പോകുകയായിരുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനവും നെല്ലിമലയിൽ നിന്നും കുമളിയിലേക്ക് പോകേണ്ട മറ്റൊരു വാഹനവുമാണ് കൂട്ടിയിടിച്ചത്. അയ്യപ്പ ഭക്തരുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. കുമളിയിലേക്ക് പോകുന്ന വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്കും യാത്രക്കാരനും പരിക്കേറ്റു. ഇവരെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ 59 മൈലിന് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട മറിഞ്ഞും അപകടമുണ്ടായി. കട്ടപ്പന നഗരസഭ കൊച്ചുതോവാള മണ്ണുശ്ശേരിപ്പടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന നഗരസഭയിൽ നിന്ന് 3 ലക്ഷം രൂപ മുടക്കി പണിതീർത്ത കൊച്ചുതോവാള മണ്ണുശ്ശേരിപ്പടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 3 ലക്ഷം രൂപ മുടക്കി നമ്മൾ ഈ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. കുഴൽക്കിണർ, മോട്ടോർ വര, ടാങ്ക് അടക്കമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ഇന്ന് ഏതാണ്ട് 12 കുടുംബങ്ങൾക്ക് ജലം ലഭിക്കുന്ന ഈ പദ്ധതി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 15 കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കുഴൽക്കിണർ, മോട്ടോർ, പമ്പ് ഹൌസ്, സ്റ്റാൻഡ്, ടാങ്ക്, ഔട്ട്ലെറ്റ് എല്ലാം പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ കൺവീനർ ഉല്ലാസ് വളവനാട്ട്, ചെയർമാൻ ജെൻസ് മണ്ണുശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചാർ കോഴിമല ഗവൺമെന്റ് LP സ്കൂളിന്റെ 42ാം വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും പഠനോത്സവവും സംയുക്തമായി നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 42 വർഷമായി ആദിവാസി മേഖലയായ കോവിൽമലയിലെ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്ന സ്കൂളാണ് കോവിൽമല LP സ്കൂൾ. പാഠ്യേതര വിഷയങ്ങളിൽ വിജയം വരിക്കുന്ന സ്കൂൾ നാടിന് തന്നെ മാതൃകയാണ്. കോഴിമല ഗവൺമെന്റ് LP സ്കൂളിന്റെ 42ാം വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും പഠനോത്സവവും സംയുക്തമായിട്ടാണ് സംഘടിപ്പിച്ചത്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിനെ കൈപിടിച്ചുയർത്തിയ ഈ സ്കൂളിന്റെ നന്മ ആഗ്രഹിക്കുന്ന കുട്ടികളെയൊക്കെ അധികവും മാതാപിതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഏതൊരു പ്രസ്ഥാനമായാലും സ്കൂളായാലും അംഗനവാടികളായാലും പൊതുവിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളായാലുമെല്ലാം ഗവൺമെന്റ് സ്ഥാപനങ്ങളാകുമ്പോൾ അത് ഗവൺമെന്റിൻ്റെതാണ്, ഞങ്ങളാരും അതിന്റെ പങ്കാളികളല്ല എന്ന് മാറി നിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്കൂളിലെ എന്ത് പരിപാടി സംഘടിപ്പിക്കുമ്പോഴും ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും എത്തിച്ചേർന്ന് ഈ പരിപാടി വിജയിക്കുന്നതിനായി എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഈ നാടിന്റെ വിജയവും അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ പ്രവർത്തന മികവുമായി ഞാൻ പറയുന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കാണാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു. PTA പ്രസിഡന്റ് ജിൻസ് ജോസഫ് അധ്യക്ഷനായിരുന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ സേവിയർ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ അവറാച്ചൻ കോശി, കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ, ആനന്ദൻ VR, ലിനു ജോസ്, കട്ടപ്പന BPC ഷാജിമോൻ KR, ഖാദർ ഇഞ്ചന്മ, ജയ്മോൻ കോഴിമല, MM ദേവസ്യ, പ്രിയ അനീഷ്, സതീഷ് വർക്കി എന്നിവർ സംസാരിച്ചു. രാജകുമാരി ഹോളി ക്വീൻസ് UP സ്കൂളിന് അവാർഡുകളുടെ ഇരട്ടി മധുരം. വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് പാഠ്യേതര പ്രവർത്തനങ്ങളിലാണ് സ്കൂളിന്റെ കിരീടത്തിലേക്ക് ഈ അക്കാദമിക വർഷത്തിൽ 2 പൊൻതൂവൽ കൂടി ലഭിച്ചത്. ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ മികച്ച സ്കൂളിനും PTA-ക്കുമുള്ള അവാർഡിന് ഹോളി ക്വീൻസ് UP സ്കൂൾ അർഹമായി. ഈ അധ്യയന വർഷം ധാരാളം അക്കാദമിക സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് സ്കൂൾ ആവിഷ്കരിച്ചിരുന്നത്. പാഠ്യരംഗങ്ങളിലും മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇടുക്കി ജില്ലയിലെയും സംസ്ഥാനത്ത് തന്നെയും മികച്ച സ്കൂളായി മാറാൻ ഹോളി ക്വീൻസ് UP സ്കൂളിന് സാധിച്ചു. അധ്യയന മികവിനായി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, മധുരം മലയാളം, ഗണിത വിജയം, അബാക്കസ്, ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രോജക്റ്റുകൾ, മൈ ന്യൂ ഇംഗ്ലീഷ് വേർഡ്സ്, LSS USS പ്രത്യേക ക്ലാസുകൾ, അക്കാദമിക സ്കോളർഷിപ്പുകൾ, വായനക്കൂട് എന്നിവ എടുത്തു പറയേണ്ട അക്കാദമിക പ്രവർത്തനങ്ങളാണ്. സ്കൂളിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ജനശ്രദ്ധ ആർജിച്ച ഒരു പ്രവർത്തന പദ്ധതിയായിരുന്നു സ്നേഹപൂർവം പദ്ധതി. അശരണരും ആലംബഹീനരുമായവർക്ക് സ്വാന്തനം പകരുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി.
കുട്ടികളിൽ സാമൂഹിക ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി തിരഞ്ഞെടുത്തത്. സ്കൂളിലെ നിർധനരായ മുഴുവൻ കുട്ടികൾക്കും ബാഗ്, കുട, നോട്ട്ബുക്ക് എന്നിവ എത്തിച്ചു കൊടുത്തു. ഓണത്തോടനുബന്ധിച്ച് നിർധനരായ 20 കുട്ടികളുടെ കുടുംബത്തിന് ഓണക്കിറ്റ് നൽകി. 60 വൃദ്ധ മാതാപിതാക്കൾ താമസിക്കുന്ന ആശ്രമത്തിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിച്ചു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് വാക്കറും വീൽചെയറും സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ വൃദ്ധ മാതാപിതാക്കൾക്ക് എത്തിച്ചു നൽകി. 95 വയസ്സുള്ള അമ്മയും ഭിന്നശേഷിക്കാരനായ മകനും അടങ്ങിയ ഒരു കുടുംബത്തെ ദത്തെടുത്തു. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു വരുന്നു. നിർധനർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ വാങ്ങുന്നതിന് എന്റെ 5 രൂപ ഹോളി ക്വീൻസിൻ എന്ന പദ്ധതി നടപ്പിലാക്കി. 14 ലക്ഷത്തോളം രൂപയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ഈ വർഷം സ്കൂൾ നടപ്പിലാക്കിയത്. രാജകുമാരി ഹോളി ക്വീൻസ് യു പി സ്കൂളിൽ നിന്ന് ഇരട്ടി മധുരത്തിലാണ് 2 അവാർഡുകളാണ് ഒരേ ദിവസം കരസ്ഥമാക്കിയത്. അക്കാദമി പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും ഒപ്പം ജനക്ഷേമ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൗതിക സാഹചര്യത്തിനും ഉള്ള അംഗീകാരവുമാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് നേടിയിരിക്കുക. നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞൊരു അധ്യയന വർഷം ഈ സ്കൂളിൽ നടന്നത്. സൗജന്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അക്കാദമി പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപ് നിൽക്കുന്ന നെടുങ്കണ്ടം ഉപജില്ലയിലെ സ്കൂളാണ് ഹോളി ക്വീൻസ് യു പി സ്കൂൾ. ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലും വളരെ മാതൃകാപരമായ മാറ്റങ്ങൾക്ക് നന്ദി കുറിച്ചിരിക്കുകയാണ് ഹോളി ക്വീൻസ് യു പി സ്കൂൾ. അതുപോലെ തന്നെ ബെസ്റ്റ് പി ടി ഐക്കുള്ള അവാർഡ് നമുക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഈ അവാർഡ് നമുക്ക് കിട്ടിയത് ഭൗതിക സാഹചര്യ വികസനത്തിനായിട്ട് 34 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയത്. ഒപ്പം തന്നെ അനവധി ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഈ സ്കൂൾ സ്നേഹപൂർവ്വം പദ്ധതിയുടെ 4 ഘട്ടങ്ങൾ ഞങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ജനങ്ങളെ, നിർധന ആളുകളെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ മുൻപന്തിയിൽ ആണ്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കുട്ടികൾക്ക് മികച്ച ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സ്കൂൾ പ്രാധാന്യം നൽകുന്നു. ഈ അധ്യയന വർഷം ടാറിംഗ്, ടോയ്ലറ്റ് നിർമ്മാണം തുടങ്ങി 34 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സ്കൂൾ നടപ്പിലാക്കിയത്. ഇതിനെല്ലാമായുള്ള അംഗീകാരമായിട്ടാണ് ഈ അധ്യയന വർഷം 2 അവാർഡുകൾ സ്കൂളിനെ തേടിയെത്തിയത്. ഇതിനു മുമ്പും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ, സംസ്ഥാനതല അവാർഡുകൾ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. അയ്യപ്പൻകോവിൽ തോണിത്തടി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് കൊടിയേറി. കാമാക്ഷി അന്നപൂർണേശ്വരി ഗുരുകുലാചാര്യൻ ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിന്റെ 17ാമത് പ്രതിഷ്ഠാ വാർഷിക മീനപ്പൂയ മഹോത്സവത്തിൽ കാമാക്ഷി അന്നപൂർണേശ്വരി ഗുരുകുലാചാര്യൻ ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി PV ഷാജൻ ശാന്തി, പ്രണവ് ശാന്തി, അനന്തകൃഷ്ണ ശാന്തി, അനന്തു ശാന്തി എന്നിവരുടെയും നേതൃത്വത്തിലാണ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടന്നത്. വിവിധ പൂജാകർമ്മങ്ങളോടെ കൊടിയേറിയ ഉത്സവം മാർച്ച് 20 സമാപിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് മഹാപ്രസാദമൂട്ട, പ്രഭാഷണങ്ങൾ, കലാസന്ധ്യ, മഹാമൃത്യുഞ്ജയ ഹോമം, തിലവഹനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശാഭിഷേകം, ഘോഷയാത്ര, മെഗാഷോ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഞായറാഴ്ച നടക്കുന്ന കലാസന്ധ്യ SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടറി വിനോദ് ഉത്തമൻ ഉത്സവ സന്ദേശം നൽകും. ക്ഷേത്രം പ്രസിഡന്റ് അനീഷ് ബാബു, സെക്രട്ടറി വിനോദ് വരയാത്ത, മേൽശാന്തി PV ഷാജൻ എന്നിവർ ഉത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. വാർദ്ധക്യത്താലും രോഗത്താലും അവശരായവർക്ക് ഒത്തുചേരാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും വേദിയൊരുക്കുകയാണ് കുടുംബ സംഗമത്തിലൂടെ ലക്ഷ്യമിട്ടത്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വയോധികർക്കും വിവിധ ശാരീരിക ബുദ്ധിമുട്ടുകളാൽ വീടുകളിൽ കഴിയുന്ന വയോജനങ്ങൾക്കും ആഘോഷിക്കുവാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും അവസരം ഒരുക്കിക്കൊണ്ടാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം പ്രസിഡന്റ് ലിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാം ഒരുപക്ഷേ നേരിട്ട് വന്ന് അങ്ങോട്ട് വന്ന് ഒരുപക്ഷെ കാണുവാൻ അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാണുവാൻ വരുവാനുള്ള പല തടസ്സങ്ങളും പലപ്പോഴായിട്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും ചേർത്ത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NR ജയൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വയോധികരെ ആദരിച്ചു.
വയോധികരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 85 പേർ കുടുംബസംഗമത്തിന്റെ ഭാഗമായി. ചടങ്ങിൽ യുവകവിയായ സൗമ്യ സിജുവിനെ ആദരിച്ചു. പാട്ടും കവിതകളുമായി വയോജന കുടുംബസംഗമം ആഘോഷമാക്കി മാറ്റി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിഷ ദിലീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേശ്വരി കാളിമുത്തു, പ്രിയദർശിനി, CDS ചെയർപേഴ്സൺ ശ്യാമള ബാലൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റംഷാദ്, അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ദിഖ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ലോകശ്രദ്ധ നേടി പാറച്ചൂട്ടിൽ പറന്നുയർന്ന് വാഗമൺ. സാഹസികർക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും വാഗമൺ ആഘോഷ ദിനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. പാരാഗ്ലൈഡിംഗ് എന്ന സാഹസിക വിനോദത്തിലൂടെ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് വാഗമൺ. പാരാഗ്ലൈഡിംഗ് പൈലറ്റുമാർ ആകാശത്ത് സാഹസികത കൊണ്ട് മായാജാലങ്ങൾ കാട്ടുന്ന അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ കാണാൻ ആയിരങ്ങളാണ് വാഗമണ്ണിൽ എത്തുന്നത്. വർഷങ്ങളായി പാരാഗ്ലൈഡിംഗ് നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് മത്സരമായി സംഘടിപ്പിക്കുന്നത്. സ്പോട്ട് ലാൻഡിംഗ് അറ്റ് ടോപ്പ് ലാൻഡിംഗ് സ്പോട്ട് എന്ന വിഭാഗത്തിൽ വിദേശികളും സ്വദേശികളുമായ 75 പൈലറ്റുമാർ മത്സരിക്കുന്നു. രാജ്യത്ത് പാരാഗ്ലൈഡിംഗ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൈലറ്റുമാരും പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ഫ്രാൻസ്, നേപ്പാൾ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 8 സാഹസികരും മത്സരത്തിൽ പങ്കെടുക്കുന്നു. വിജയികൾക്ക് യഥാക്രമം 1.5 ലക്ഷം, 1 ലക്ഷം, 50,000 എന്നിങ്ങനെയാണ് സമ്മാനത്തുക. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് മേള നടത്തുന്നത്. ടോപ്പ് ലാൻഡിംഗിന് രാജ്യത്തെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ ഹിൽ സ്റ്റേഷനാണെന്ന് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി CEO ബിനു കുര്യാക്കോസ് പറയുന്നു. കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം വാഗമണിൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ മാത്രമായിട്ടാണ് സംഘടിപ്പിച്ചതെങ്കിൽ ഈ വർഷം ഇതൊരു ആക്യുറസി കോമ്പറ്റീഷൻ കൂടിയായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. വാഗമണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ലാൻഡിങ് പറ്റുന്ന ഏക അനുയോജ്യമായിട്ടുള്ള സ്ഥലം വാഗമണ്ണാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ടോപ്പ് ലാൻഡിങ് കോമ്പറ്റീഷനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഏകദേശം 100ന് മുകളിലുള്ള രജിസ്ട്രേഷൻസ് നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവിധ പൈലറ്റുകളിൽ കിട്ടിയിരുന്നുവെങ്കിലും അതിൽ നിന്നും 75 പേരെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെയുള്ള 4 ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയുടെ പാരാഗ്ലൈഡിംഗ് നടക്കുന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ആളുകളുടെ പ്രാതിനിധ്യം നമ്മുടെ ഈ വാഗമൺ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് നിലവിലുണ്ട്. അതുപോലെ തന്നെ 5 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ കൂടി ഈ മത്സരത്തിൽ നമ്മളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനോടകം തന്നെ പങ്കെടുത്ത ആളുകൾക്കെല്ലാം നല്ലൊരു അനുഭവം പകരുന്ന തലത്തിലിട്ട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, അതുപോലെ തന്നെ DTPC ഇടുക്കിയും പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ഈ മത്സരം നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്.
പാരാഗ്ലൈഡിംഗ് പൈലറ്റുമാർക്കുള്ള കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ച് കൃത്യമായി പരിശീലനം പൂർത്തിയാക്കിയവരെയും പൈലറ്റ് ഇൻഷുറൻസ്, പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ അംഗത്വം എന്നിവ നേടിയവരെയുമാണ് മത്സരത്തിൽ പരിഗണിക്കുന്നത്. പാരാഗ്ലൈഡിംഗിന് ഏറ്റവും അനുയോജ്യമായ ഒരിടമായി മാറിയിരിക്കുകയാണ് വാഗമൺ. പറന്നുയരുന്ന സ്ഥലത്ത് തന്നെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാം എന്നതുതന്നെയാണ് വാഗമണ്ണിന്റെ എടുത്തു പറയേണ്ട മേന്മ. ഇതോടെ ഇനിയും വിവിധങ്ങളായ പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾക്ക് വാഗമൺ വേദിയാകുമെന്നതിൽ സംശയമില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 141, വിൽപ്പനയ്ക്ക് വന്നത് 40,254, വിൽപ്പന നടന്നത് 39,803. കൂടിയ വില 1907, ശരാശരി വില 1436. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 500 രൂപ, ഏലം കൂടിയ വില 1400, ഏലം ശരാശരി വില 1200. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 925, കൊക്കോ 180, റബ്ബർ 148. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6059 രൂപ, വെള്ളി 80. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി നടത്തുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുക ഏപ്രിൽ 26-ന്. ഫലപ്രഖ്യാപനം മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം ജൂൺ 4-ന്. വർഗീയ ശക്തികൾക്കെതിരായുള്ള ജനാധിപത്യ ചേരിയുടെ ചെറുത്തുനിൽപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ദേശീയ രാഷ്ട്രീയമാണ് മുഖ്യ ചർച്ചയ്ക്ക് വിധേയമാക്കുകയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികളും ജനങ്ങളെ തുറന്നു കാണിക്കും. പൗരത്വ ഭേദഗതി വിഷയത്തിൽ മുഖ്യമന്ത്രി നട്ടാൽ കുരുക്കാത്ത നുണയാണ് പറയുന്നതെന്നും വി.ഡി. സതീശൻ. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ പ്രതിയെ മുട്ടം സബ് ജയിലിലേക്ക് മാറ്റി. പ്രതി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 2 തോക്കുകളും സിം കാർഡുകളും കോടതിയിൽ ഹാജരാക്കി. ലോക ശ്രദ്ധ നേടി പാരച്ചൂട്ടിൽ പറന്നുയർന്ന വാഗമൺ. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.